ഇന്ന് നമ്മൾ കാണുന്നത് കണ്ടിന്യൂറ്റി ഓഫ് എ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആണ്. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ത്രീ കണ്ടീഷൻസ്. 1. F is defined at x naught y naught. 2. Limit xy tends to x naught y naught, f of xy exists. 3. Limit xy tends to x naught y naught, f of xy equal to f of x naught y naught. അതായത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയാം. ഫസ്റ്റ് ആ ഫംഗ്ഷൻ എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റിൽ ഡിഫൈൻഡ് ആയിരിക്കണം. 2. എക്സ് നോട്ട് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ എന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇനി ആ ലിമിറ്റിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആവണം. ഈ 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയാം. ഇനി വി സേ എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിൻറ്റ്സ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ഡെഫിനിഷൻ പറഞ്ഞത് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി ആയിരുന്നു. ഇനി ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആവണം. അടുത്ത നോട്ട് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഉപയോഗിക്കുന്ന 2 റിസൾട്ടാണ്. ഒന്ന്, ദ 2-path ടെസ്റ്റ് ഫോർ ദ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്. If a function f of xy has different limits along 2 different paths as xy approaches x naught y naught, then limit xy tends to x naught y naught, f of xy does not exist. അതായത് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പാത്തിലൂടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ലഭിക്കുന്ന ലിമിറ്റിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. അത് സെക്കൻഡ് കണ്ടീഷന് കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയാൻ പറ്റും. അതായത് ലിമിറ്റ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ ഡിഫറെൻറ്റ് പാത്തിൽ ഫംഗ്ഷൻ ഡിഫറെൻറ്റ് പാത്തിൽ എക്സ് നോട്ട് വൈ നോട്ടിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കും. സോ ഡിഫറെൻറ്റ് ലിമിറ്റിംഗ് വാല്യൂസ് കിട്ടുന്നത് കൊണ്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് പാത്തിലൂടെ അപ്രോച്ച് ചെയ്താലും സെയിം ലിമിറ്റ് കിട്ടണം. ഓക്കെ, എക്സാമ്പിൾ കാണുമ്പോൾ അത് മനസ്സിലാവും. ദ പാത്ത് ടെസ്റ്റ് ക്യാൻ ബി ഡൺ ബൈ ചൂസിങ് സ്യൂട്ടബിൾ പാത്ത്സ് സച്ച് ആസ് ലൈൻസ് y equal to mx or curves y square equal to mx, y equal to mx square and so on. നമ്മൾ ഡിഫറെൻറ്റ് പാത്തിലൂടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ലൈൻസ് കേർവ്സ് ഒക്കെ ലൈൻസിലൂടെയും കേർവ്സിലൂടെയും എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് പ്രോബ്ലത്തിലൊക്കെ എടുക്കുക. അടുത്ത് പറയുന്നത് ഒരു ഫംഗ്ഷൻ if the function is quotient of 2 polynomial functions in x and y, and if degree of the numerator greater than degree of denominator, then probably the function is continuous. ഒരു കോഷ്യൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് സംശയമുള്ള പോയിന്റ് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആവാനായിരിക്കും ചാൻസ്. അതേസമയം ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ ചെറുതോ തുല്യമോ ആണെങ്കിൽ അവിടെ ഡിസ്കണ്ടിന്യൂസ് ആവാനാണ് ചാൻസ്. അത് ഒരു പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. Show that f of xy is equal to 2xy by x square plus y square when xy not equal to 0, 0, 0 if xy equal to 0, 0 is continuous at every point except at the origin. നമുക്ക് കാണിക്കേണ്ടത് ഈ ഫംഗ്ഷൻ ഒറിജിൻ ഒഴിച്ച് ബാക്കി എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒറിജിൻ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിൻ്റ് ഗിവൻ ദാറ്റ് ദ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. if x not equal to 0 or y not equal to 0,
അതായത് ഒറിജിൻ അല്ലാത്ത ഏത് പോയിൻ്റ് എടുത്താലും ലിമിറ്റ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോഷ്യൻ റൂൾ ഉപയോഗിച്ച് മുകളിൽ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് 2xy എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷന്, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന x² + y² എന്ന് പറയുന്ന ഒരു ഡിനോമിനേറ്റർ ഫംഗ്ഷൻ, ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതിൻ്റെ രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ ഡിനോമിനേറ്റർ 0 ആവുന്നത് xy = x0 y0 0 ആവുന്ന പോയിൻ്റ് മാത്രമേ ഡിനോമിനേറ്റർ 0 ആവുന്നുള്ളൂ. അതൊഴിച്ചുള്ള പോയിൻറ്റ്സിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 0 ആവുന്നില്ല. സോ കോഷ്യൻ റൂൾ വെച്ച് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് f(x0 y0) എന്ന് കിട്ടും. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് അറ്റ് x0 y0. അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ f(x0 y0) ആണ്. സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിൻ്റ് എക്സെപ്റ്റ് അറ്റ് ദ ഒറിജിൻ. ഇനി ഒറിജിനിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. ഇഫ് x0 = 0 ആൻഡ് y0 = 0, ദാറ്റ് ഈസ് x0 y0 എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ 0 0 എന്ന പോയിൻ്റ് എടുത്തു. സോ നമ്മളിനി ഡിഫറെൻറ്റ് പാത്തിലൂടെ x0 0യിലേക്ക് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിമിറ്റിംഗ് വാല്യൂ ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ കൺസിഡർ ലിമിറ്റ് xy → 0 0 f(xy) = ലിമിറ്റ് xy → 0 0 2xy/x² + y². അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് 0/0 എന്നാണ് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഗ്രി ഓഫ് ദ ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി പ്രോഡക്റ്റ് xy ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ ഡിഗ്രി 2 ആണ്. ഡിഗ്രി ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈച്ച് ടേമും സ്ക്വയറിൻ്റെ സമ്മായിട്ടാണ് കിടക്കുന്നത്. അല്ല, x² y² ആണ്. ഏറ്റവും കൂടിയ ഡിഗ്രി 2 ആണ്. സോ ഡിഗ്രി ഓഫ് ദ ഡിനോമിനേറ്ററും 2 ആണ്. അപ്പം ഡിഗ്രി ഓഫ് ദ ന്യൂമറേറ്ററും ഡിഗ്രി ഓഫ് ദ ഡിനോമിനേറ്ററും ഈക്വലാണ്. അപ്പോൾ അവിടെ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇത് ഡിഫറെൻറ്റ് പാത്തിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലിമിറ്റിംഗ് വാല്യൂ കിട്ടുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പം ഇവിടെ നോക്കുക, ഡിനോമിനേറ്ററിൽ സ്ക്വയറുകളാണ് കിടക്കുന്നത്. x² + y² ആണ് കിടക്കുന്നത്. നമ്മൾക്ക് x² ടേം കട്ടായി പോയെങ്കിൽ ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആയിട്ട് എക്സും വൈയും ആയിട്ട് ഒരു വാല്യൂ കിട്ടണം. എന്നാലേ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമുക്ക് ഡിപ്പെൻസ് ഓൺലി ഓൺ ദ ലൈൻ ചൂസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം y = mx എന്ന ലൈനിലൂടെ നമ്മൾ ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് yക്ക് പകരം mx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് വായിക്കാം. കൺസിഡർ ദ സ്ട്രെയിറ്റ് ലൈൻ y = mx. ദെൻ ലിമിറ്റ് xy → 0 0 2xy/x² + y² = ലിമിറ്റ് xmx → 0 0 2x × mx/x² + mx (2). ഇങ്ങനെ y = mx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ x² രണ്ട് ടേമിലും വന്നു. അതുകൊണ്ട് നമുക്ക് x² കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അതുപോലെ ന്യൂമറേറ്ററിൽ 2x × mx, അവിടെ 2mx² വന്നു. അതുകൊണ്ട് നമുക്ക് x² ഹരിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം ലിമിറ്റ് xmx → 0 0 2m/1 + m². അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആണ്. അപ്പം x 0യിലേക്ക് പോയാലും ഇല്ലെങ്കിലും ലിമിറ്റിന് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻ്റ് ഈസ് അഗെയിൻ എ കോൺസ്റ്റൻറ്റ്. സോ 2m/1 + m² എന്ന് കിട്ടും. ഈ ലിമിറ്റ് അപ്പോൾ y = mx എന്ന ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ y = എക്സിലൂടെ ഒറിജിനിലെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് 2/1 + 1 = 1 എന്ന് കിട്ടും. അതുപോലെ y = 2x എന്ന ലൈനിലൂടെ ഒറിജിനിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് 2 × 2/1 + 2², അതായത് 4/5 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് വാല്യൂസ് ഡിഫറെൻ്റായി മാറി കിട്ടിക്കൊണ്ടിരിക്കും. സോ ലിമിറ്റിംഗ് വാല്യൂ അറ്റ് എ പോയിൻ്റ്
ഡിഫറെൻറ്റ് പാത്തിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻ്റ് x0 0. Thus, as we approach x0 through different lines y equal to mx, the limit also different. So, limit xy tends to 0 2xy by x square plus y square does not exist. F of xy is not continuous at 0. Next example, find the limit xy tends to 0 f of xy, where f of xy is equal to 2x square y by x raised to 4 plus y square. ഇവിടെ നമുക്ക് നോക്കാൻ ഡിഗ്രി ഓഫ് ദ ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ വൈയും ആണുള്ളത്. ടോട്ടൽ 3 ആണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ 2 ടേം ഉണ്ട്. അതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 4 ആണ്. അപ്പം ഡിഗ്രി ഓഫ് ദ ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിഗ്രി ഓഫ് ദ ഡിനോമിനേറ്റർ ആണ്. അവിടെ അപ്പോൾ നമുക്ക് ചാൻസ് ഡിസ്കണ്ടിന്യൂറ്റിക്കാണ്. ഡിസ്കണ്ടിന്യൂസ് ആവാൻ ചാൻസ് ഉള്ള ഒരേ ഒരു പോയിൻ്റ് 0 ആണ്. ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണാൻ ജസ്റ്റ് സ്ട്രേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. കാരണം ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് 0 അല്ലാതെ കിട്ടും വേറെ ഏത് പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും. അപ്പോൾ നമ്മൾ 0 എന്ന് പറയുന്ന പോയിൻറ്റിലെ മാത്രം സെപ്പറേറ്റ് ചെക്ക് ചെയ്താൽ മതി. ലിമിറ്റ് xy ടെൻസ് ടു 0 f of xy equal to limit xy tends to 0 2x square y by x raised to 4 plus y square. ഇവിടെ നോക്കുക, നമുക്ക് ഡിനോമിനേറ്ററിൽ x raised to 4 ഉണ്ട്, y സ്ക്വയറും ആണുള്ളത്. വൈക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x raised to 4 കോമൺ ആയിട്ട് പുറത്തെടുക്കാമെന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേർവിലൂടെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. ഇവിടെ നോക്കാം, വൈ സ്ക്വയർ മാറി അവിടെ x raised to 4 വരണമെങ്കിൽ നമ്മൾ എക്സ് സ്ക്വയർ ഉള്ള ഒരു കേർവിലൂടെ വേണം y കിട്ടി mx സ്ക്വയർ എന്നുള്ള കേർവിലൂടെ പാസ് ചെയ്ത് ചെന്നാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് x raised to 4 കോമൺ ആയി പുറത്തെടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. എലോങ് ദ കേർവ്സ് y കിട്ടി mx സ്ക്വയർ x നോട്ട് ഈക്വൽ ടു 0, ലിമിറ്റ് xy ടെൻസ് ടു 0 എലോങ് y കിട്ടി mx സ്ക്വയർ 2x square y by 4x raised to 4 by x raised to 4 plus y square equal to limit mx square tends to 0 2x square mx square divided by x raised to 4 plus mx square all square, which is equal to limit x tends to 0 2m into x raised to 4 divided by 1 plus m square into x raised to 4, which is equal to 2m by 1 plus m square, which is also depends only on m. അപ്പോൾ നമുക്ക് എക്സിനെയോ വൈനെയോ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ലിമിറ്റിംഗ് വാല്യൂ ആണ് കിട്ടിയത്. സോ xy ടെൻസ് ടു 0 എലോങ് y കിട്ടി mx സ്ക്വയർ ആകുമ്പോൾ 2m by 1 plus m സ്ക്വയർ ആണ് ലിമിറ്റിംഗ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പാത്തുകൾ എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റുകളാണ് കിട്ടുന്നത്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് അറ്റ് 0 ആയിരിക്കും. ഇവിടെ ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിച്ചു. ഇനി ഫങ്ഷൻസ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾസ്, അതിന് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. Evaluate limit x, y, z tends to 1, 0, minus 1 of e raised to x plus z divided by z square plus cos root xy. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ നടത്തിയാൽ മതി. ഡിനോമിനേറ്ററിലും ഉള്ള ഫംഗ്ഷൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആവുന്നില്ല. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ഈക്വൽ ടു e raised to 1 plus minus 1 divided by minus 1 square plus cos 0 is equal to 1/2. ഇനി എക്സസൈസ് 12.2 ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള കുറേ പ്രോബ്ലംസ് കിടപ്പുണ്ട്. അത് പരമാവധി ചെയ്ത് നോക്കുക. താങ്ക് യു.